ഇന്ന് ജനുവരി 6, നമ്മുടെ കർത്താവിൻ്റെ ദനഹ പെരുന്നാൾ. ആദ്യമേ തന്നെ ദനഹ പെരുന്നാളിൻ്റെ എല്ലാ പ്രാർത്ഥന ആശംസകളും നേർന്നുകൊള്ളുന്നു. ഇന്ന് ധ്യാന വിചിന്തനത്തിനായി തന്നിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ ഗലീലയിൽ നിന്ന് ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക. അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്കുചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞ ഉടൻ യേശു വെള്ളത്തിൽ നിന്നു കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്നു കേട്ടു. യേശു തൻ്റെ പരസ്യജീവിതത്തിൻ്റെ ആരംഭത്തിൽ ജോർദാൻ നദീതീരത്തെത്തി യോഹന്നാനിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നു. യേശുവിൻ്റെ മാമോദിസായുടെ സമയത്ത് പിതാവും പരിശുദ്ധാത്മാവും പുത്രനോടൊത്ത് സന്നിഹിതമായിരിക്കുന്നുവെന്ന് സുവിശേഷം സാക്ഷിക്കുന്നു. പിതാവായ ദൈവം യേശുവിനെ തൻ്റെ പ്രിയപുത്രനായി ലോകത്തിന് വെളിപ്പെടുത്തി. പരിശുദ്ധാത്മാവ് ഒരു പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്നു. അങ്ങനെ മനുഷ്യാവതാരം ചെയ്ത യേശുവിനെ ലോകത്തിന് മുഴുവനായി വെളിപ്പെടുത്തുന്ന അവസരമായി മാമോദിസ ദിവസം മാറി. ഇപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് യേശുവാകുന്ന വഴിയിലൂടെ പ്രവേശിക്കാം. പരിശുദ്ധാത്മാവിൽ നമ്മെ അഭിഷേചിക്കുകയും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയുമാണ് ക്രിസ്തുവിൻ്റെ ദൗത്യം. നമ്മുടെ മാമോദിസ ക്രിസ്തുവിലുള്ള പുതിയ ജീവിതത്തിലേക്കുള്ള ജനനത്തെ സൂചിപ്പിക്കുന്നു. എല്ലാ ദൈവീയ അനുഗ്രഹങ്ങളിലേക്കും പ്രവേശിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന പ്രത്യേക കൃപയുടെ കവാടമാണ് മാമോദിസയിലൂടെ നമുക്ക് മുന്നിൽ തുറക്കപ്പെടുന്നത്. ശാരീരികമായി ഒരു സ്ത്രീയിൽ നിന്ന് ജനിച്ച നമ്മൾ സഭയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വീണ്ടും മക്കളായി ജനിക്കുന്നു. ഈ അവസരത്തിൽ സ്വർഗത്തിൻ്റെ വാതിലുകൾ ദൈവം നമുക്കായി തുറക്കുന്നു. തുടർന്ന് സഭയിലൂടെയുള്ള കൂദാശകളിലൂടെ ദൈവാനുഗ്രഹങ്ങളുടെ അനന്ത സാധ്യതയിലേക്ക് നാം നയിക്കപ്പെടുന്നു. മാമോദിസയിലൂടെ ലഭിക്കുന്ന പുതിയ ജീവിതം ആവശ്യപ്പെടുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ യേശു നമ്മെ സഹായിക്കുന്നു. ക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നത്. അതിനാൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യജീവൻ പൂർണ്ണമായി സ്വീകരിക്കാൻ നമുക്ക് ദൈവത്തിൻ്റെ വഴികളിൽ സഞ്ചരിക്കാം.